ഹായ് നമസ്കാരം. നമ്മളിന്നൊരു സിനിമ റിവ്യൂ ആണ്. മാർക്കോ, അനീഫ് അദേനി, ഉണ്ണിമൂന്തൻ കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ഒരു സിനിമ. ഈ സിനിമയെ കുറിച്ചിട്ട് റിവ്യൂ പറയുന്നതിന് മുമ്പ് സിനിമയുടെ ഭയങ്കര ഹൈപ്പും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു സിനിമയ്ക്ക്. ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള നമ്മുടെ നടൻ ജഗദീഷ് തന്നെ പറഞ്ഞത് മലയാള സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കൊടൂര വയലൻസ് ആണ് ഈ സിനിമ എന്നാണ് പറഞ്ഞത്. അപ്പം എന്തായാലും എഫ് ഡി എഫ് എസ് ഷോ തന്നെ കാണണമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ നേരെ തിയേറ്ററിൽ വന്ന് 9:15 ഇവിടെ സിനിമ കണ്ടിറങ്ങിയപ്പോഴത്തേക്ക് സത്യത്തിൽ ജഗദീഷ് പറഞ്ഞത് 100% ശരിയാണ് എന്ന് തോന്നി. കാരണം നമ്മൾ വയലൻസ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സിനിമ എന്ന് പറയുന്നത് ഏതായിരുന്നു? അപ്പൊ ഞാൻ എന്തായാലും ഈ ഒരു സിനിമ കാണുമ്പോഴത്തേക്ക് മനസ്സിൽ കരുതിയത് കില്ലെന്ന സിനിമയുടെ മേളി വരുവോ ഇതിന്റെ വയലൻസ് എന്നായിരുന്നു നോക്കിയിരുന്നത്. പക്ഷെ ഇതിന്റെ അവസാനത്തെ ഒരു 40 മിനിറ്റ് ഉണ്ടല്ലോ, എന്റെ പൊന്നോ എന്താണ് ഈ കാണിച്ചു വെച്ചത്. കാരണം സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും ഇത് തീരുന്നില്ല, ഇത് എവിടെ കൊണ്ടുവന്ന് നിർത്തും ഈ സാധനം എന്നൊക്കെ. കൊടൂര വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ വയലൻസ് റിവഞ്ച് ആണ് ഈ സിനിമ എന്ന് പറയാം. ഒരു റിവഞ്ച് മൂവി തന്നെയാണ്. കാരണം അത് പറയാൻ പറ്റുന്നില്ല. ആ സിനിമ കണ്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആണ്. ആദ്യം തന്നെ ഈ സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഗംഭീര മേക്കിംഗ്, അനീഫ് അദാനിയുടെ ഗംഭീര മേക്കിംഗ് ആണ്. മിക്കായിലായിരുന്നു അവസാനത്തെ സിനിമ, അതൊരു ആവറേജ് സിനിമ ആയിരുന്നു. പക്ഷേ ഈ സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫ് എനിക്ക് ഒരു ആവറേജ് ഫീൽ ആണ് നൽകിയത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഇതിന്റെ ആ ഒരു വയലൻസ് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ 40 മിനിറ്റ് ഇതിനകത്ത് വരുന്ന വില്ലന്റെ പേര് എനിക്കറിയില്ല. പുള്ളിയൊക്കെ എന്താണോ വേറെ ലെവലാണ്. പിന്നെ ഉണ്ണിമൂന്തൻ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉണ്ണിമൂന്തന്റെ ബോഡിയൊക്കെ മേക്ക് ചെയ്യാനും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു, ഫൈറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇതിന്റെ പോസിറ്റീവ് വശം എന്ന് പറയുന്നത് ഒന്ന് മേക്കിംഗ് തന്നെയാണ്, മറ്റൊന്ന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇതിന്റെ ക്യാമറ, അതോടൊപ്പം തന്നെ ഫൈറ്റ്. അങ്ങനെ എടുത്തു പറയേണ്ട കുറെ പോസിറ്റീവ് വശങ്ങളുണ്ടെങ്കിലും നെഗറ്റീവ് വശങ്ങളും ഉണ്ട് ഇതിനകത്ത്. കാരണം ഉണ്ണിമൂന്തൻ ആദ്യം കാണിക്കുന്ന തൊട്ട് ഇതിനകത്തൊരു എന്താ പറയാ, ഒരു ഉണ്ണിമൂന്തനെ കാണിക്കുന്നത് തൊട്ട് ഇതിന്റെ അവസാനം വരെയും ചുരുട്ട് വലിക്കുന്നതായിട്ടാണ് നമ്മുടെ ഉണ്ണിമൂന്തനെ കാണിക്കുന്ന തൊട്ട് ഇതിന്റെ അവസാനം വരെയും ചുരുട്ട് വലി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വലി. കാരണം ഈ സിഗരറ്റ് വലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എഴുതി കാണിക്കുന്നുണ്ടെങ്കിലും ഇത് തന്നെ ഏതാണ്ട് ഒരു 10-30 സീനിൽ തന്നെ ഈ സിഗരറ്റ് വലി ഇങ്ങനെ അമിതമായിട്ട് സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. അത് എനിക്കൊരു നെഗറ്റീവായിട്ടാണ് തോന്നി. കാരണം മാസ് കാണിച്ചിട്ടുണ്ട്, മാസ് കാണിച്ചില്ല എന്ന് പറയാൻ പറ്റത്തില്ല, കൊടൂര മാസൊക്കെ കാണിച്ചത്. പക്ഷെ ചില സ്ഥലത്തൊക്കെ എനിക്ക് ബിഗ് ബിയുടെ ഒരു ഇൻട്രോ ഒക്കെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അതായത് നമുക്ക് ആ പള്ളിയിലേക്ക് വരുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, സെയിം സാധനം തന്നെ ഇതിനകത്ത് അതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ മഴയും ആ വണ്ടി വന്ന് നിൽക്കുന്നതും കൊട പിടിക്കുന്നതും ഇറങ്ങുന്നതും ഒക്കെ ആ കാല് കാണിക്കുന്നതൊക്കെ അതേപോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്രേറ്റ് ഫാദറിലെ ആ ഒരു സംഭവമാണ്, ആ സിഗരറ്റ് വലിക്കുന്നതിന്റെ ആ ഒരു സ്റ്റൈലൊക്കെ കാണി. പിന്നെ ഉണ്ണിമൂന്തിന്റെ സ്ലാഗ് ഒക്കെ നല്ല രീതിയിൽ തന്നെ യൂസ് ആയിട്ടുണ്ട് ഇതിനകത്ത്. മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ യൂത്തന്മാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കിടിലൻ എന്താ പറയാ, ഒരു വയലൻസ് സിനിമ എന്ന് വേണേൽ പറയാം. ഫാമിലി ഈ സിനിമ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയത്തില്ല. കാരണം ഫാമിലിക്ക് പറ്റിയിട്ടുള്ള ഒരു സംഭവങ്ങളും ഇല്ല, നായിക പ്രാധാന്യമൊന്നുമില്ല. പിന്നെ ഇനി എടുത്തു പറയേണ്ട 2-3 ക്യാരക്ടർ എന്ന് പറയുന്നത്, ഒന്ന് സിദ്ദീഖിന്റെ ഒരു ക്യാരക്ടർ. സിദ്ദീഖ് വേറെ ലെവലാ കേട്ടോ. കാരണം മിഖായിൽ എന്ന സിനിമയുടെ ആ ഒരു ഇതാണെന്ന് എനിക്ക് തോന്നി, പക്ഷെ അതല്ല സംഭവം. അത് വേറെ ലെവലായിരുന്നു. സിദ്ദീഖ് കൊല മാസമായിരുന്നു. അതോടൊപ്പം തന്നെ ജഗദീഷിന്റെ ഒരു ക്യാരക്ടർ, നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ജഗദീഷ് എത്തിയത്. ജഗദീഷ് ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ തന്നെ മലയാള സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മരണ മാസ് എന്താ പറയാ, ഒരു പക്ക വയലൻസ് മൂവി ആണ് ഈ സിനിമ. ബോക്സ് ഓഫീസിൽ സിനിമ ഹിറ്റ് ആവുന്ന കാര്യത്തിൽ ഉറപ്പ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂത്തന്മാർക്ക് ഇപ്പൊ ഇത് മതിയല്ലോ. കാരണം സിനിമയുടെ ലോജിക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും വേണ്ട, അവർക്ക് തിയേറ്ററിൽ വന്നിരുന്ന് കണ്ട് എൻജോയ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് തിയേറ്ററിൽ ഇരുന്ന് കൈയടിക്കണം എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും ഫൈറ്റ് ഒക്കെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം ഉണ്ണിമൂന്തൻ ഫൈറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മോശക്കാരനൊന്നും അല്ല. ഇപ്പൊ ഫൈറ്റും നന്നായിട്ട് വന്നിട്ടുണ്ട്, മറ്റ് ടെക്നിക്കൽ വശങ്ങളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അവസാനത്തെ ക്ലൈമാക്സ് രംഗത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ അർണോൾഡിനെയൊക്കെ വിസ്മയിപ്പിക്കുന്ന തരത്തിലാണ് നമ്മുടെ ഉണ്ണിച്ചേട്ടന്റെ ഒരു പ്രകടനം എന്നുള്ളത്. മറ്റേ വലിയ പീരങ്കിയൊക്കെ എടുത്തു വെച്ചിട്ട് ചറവറ അടിച്ച് 150 വരെയൊക്കെ അടിച്ച് തൂഫാനൊക്കെ. ഞാനതാ പറഞ്ഞ, ലോജിക്കൊന്നും നോക്കിയിട്ട് കാര്യമില്ല സിനിമ പറയാൻ, ലോജിക്കൊന്നും നോക്കിയിട്ടൊന്നും കാര്യമില്ല. സിനിമ ഒരു എന്താ പറയാ, ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു എന്താ ഇതുവരെ മലയാളത്തിൽ കാണാത്ത ആ ഒരു കൊടൂര ഭീകരതയൊക്കെ കാണിക്കുന്ന ഒരു സിനിമ. ഇതിനകത്ത് ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്ക് ചെറിയൊരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. പിന്നെ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടി നമുക്ക് വീണ്ടും വെയിറ്റ് ചെയ്യാം. മാർക്കോ 2 നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. കാരണം ആ ഒരു ഹിന്റാണ് സിനിമ നമുക്ക് കൊണ്ട് തരുന്നത് തന്നെ. പിന്നെ ഉണ്ണിമൂന്തന്റെ പെർഫോമൻസ് ഓക്കെ. അതോടൊപ്പം തന്നെ ഇതിനകത്ത് നായികി പ്രാധാന്യമൊന്നും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇല്ല.
ഒക്കെയാണ് സിനിമ. ഒരു യൂത്തന്മാർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ്. വലിയ സംഭവങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് എടുത്തു പറയാനായിട്ടില്ല. എന്തായാലും ഒരു പ്രാവശ്യം തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമ. പല ആൾക്കാരും അശ്വന്ത് ഗോക്കിന്റെയും അതുപോലെ തന്നെ സീക്രട്ട് ഏജന്റ് എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നതൊക്കെ ഓർത്തിരിക്കുകയാണ്. നമുക്ക് എന്തായാലും പബ്ലിക്കിന്റെ റെസ്പോൺസ് കൂടെ വന്നിട്ടുണ്ട്. ആ റെസ്പോൺസ് നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒന്ന് അറ്റാച്ച് ചെയ്യാണ്. അപ്പൊ അതും കൂടെ ഒന്ന് കാണുക. അപ്പൊ നിങ്ങൾ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റിൽ അറിയിക്കുക. ഇതിന്റെ കളർ ഗ്രേഡിംഗ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്, BGM നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ യൂത്തന്മാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് മാർക്കോ. ഇനിയിപ്പോൾ 25-ാം തീയതി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ലാലേട്ടന്റെ ബാറോസ് എത്താനുണ്ട്. എന്തായാലും നമ്മൾ അടുത്ത സിനിമ നമ്മുടെ വിജയ് സേതുപതി സൂരി അഭിനയിക്കുന്ന വിടുതലൈ, ആ സിനിമ കാണാനായിട്ട് പോവുകയാണ്. അപ്പൊ വിടുതലൈ സിനിമ കണ്ടതിന് ശേഷം നമ്മൾ വിടുതലയുടെ റിവ്യൂമായിട്ട് വരുന്നതായിരിക്കും. ആദ്യത്തെ പാർട്ട് എന്തായാലും ഗംഭീരമായിരുന്നു. അതിന് മുകളിൽ വരുമോ വിടുതലൈ 2 എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റിവ്യൂമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പൊ അതുവരേക്കും എല്ലാവർക്കും ഈ സിനിമ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, സിനിമ നിങ്ങൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. കിഡിലും വയലൻസ് എന്നെ പണി വെച്ചെടുക്ക അമ്മാരിപ്പാടം. ഈ ഒരു പടം മലയാള സിനിമയിലില്ല. അമ്മാരിപ്പാടം. കില്ലിന് മേളി വരുമോ സിനിമ? തീർച്ചയായിട്ടും കില്ലിന് മേള. ഇതൊരു വരുന്നവർക്ക് ഒരു വയലൻസ് പടം എടുക്കാൻ പറ്റിയ ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ പടാർ സിനിമ. ഇത്ര നല്ല സിനിമ അല്ല, ഇതൊരു എന്തെങ്കിലും ഒരു പിന്നെ ഫാമിലീസിന് വന്ന് കാണാൻ പറ്റുമോ? അല്ല, വയലൻസ് ഇല്ല. നേരത്തെ തന്നെ പറഞ്ഞല്ലോ, വയലൻസിനുള്ളവർക്ക് കാണാൻ പറ്റത്തില്ല. സത്യം അതേപോലെ എടുത്ത് വെച്ചിരിക്കും. പ്രതീക്ഷിക്കാതിനെക്കാട്ടും നല്ലൊരു പടം. ഉണ്ണിമൂന്നിന്റെ പെർഫോമൻസ് തകർത്ത്. എങ്ങനെയുണ്ട് ജഗദീഷ്? മേക്കിങ്, പിന്നെ മ്യൂസിക്, പിന്നെ സംവിധാനം തകർത്ത്. ജഗദീഷിന്റെ ഒരു ഇതെങ്ങനെ ഉണ്ടായിരുന്നു? പൊളിച്ച്. ജഗദീഷും കൊള്ളാം. കണ്ട് എത്രയും പെട്ടെന്നൊന്നും പറയാം. കൊള്ളാം. സെക്കൻഡ് ഹാഫിൽ 40 മിനിറ്റ് അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് അങ്ങനെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് കൊള്ളാം. ഇൻട്രോയിൽ പഞ്ച് അടിപൊളിയായിരുന്നു. മറ്റേ ഇൻട്രോ അടിപൊളിയായിരുന്നു. പിന്നെ കബീർ ദുക്കാൻ വന്നിട്ടുള്ള ഒരു സീൻ എന്ന് പറഞ്ഞ ഒരു അന്യ സീനായിരുന്നു. അതായത് അവസാനം ക്ലൈമാക്സിന് തൊട്ട് മുമ്പുള്ള 40 മിനിറ്റ് മുതല ആണല്ലേ? ഇഷ്ടപ്പെട്ട പടം അടിപൊളിയായിരുന്നു. ഉണ്ണിമൂന്തനും കൊള്ളാം, എല്ലാവരും കൊള്ളാം. ജഗദീഷിന്റെ കൊള്ളാം. ഇപ്പം സെക്കൻഡ് ഹാഫ് വന്നിട്ട് നമുക്കത് ഒരു പ്രൊഡിക്ഷനിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മൾ മിഖായലിന്റെ ഒരു സെക്കൻഡ് ആയിട്ട് ഫീൽ ചെയ്തത് ഒരു എക്സ്ട്രീം വേർഷൻ ആയിട്ടാണ് കാണുന്നത്. അതുമായിട്ട് കണക്ഷൻ ഉണ്ടോ? ചെറിയൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നു. ജഗദീഷേട്ടൻ പറഞ്ഞ പോലെ ഒരു വയലൻസിന്റെ എക്സ്ട്രീം എത്തിയിട്ടില്ല, അത്രയൊന്നും എത്തിയിട്ടില്ല. ഇതൊന്നും പോരാ, ഇനിയും വേണം വയലൻസ്, ഇനിയും വേണം. കില്ലിന് മേളിൽ വേണം. അതാണ് നമ്മുടെ ഉദ്ദേശം. പബ്ലിസിറ്റി അത് വേണം നമുക്ക്. ഇനി പ്രതീക്ഷയാണ്. എങ്ങനെയുണ്ട് കണ്ടിരിക്കാൻ പറ്റുന്നില്ലേ ബ്രോ? എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാ, സിനിമ കൊള്ളാ. ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ പടം? എങ്ങനെയുണ്ട് ബ്രോ പടം?